ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ദോശ. ഇതിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ സാധാരണ നമ്മൾ പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ദോശയാണ്, പൊരി ദോശ എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. നല്ല സോഫ്റ്റാണത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ചട്നിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ തന്നെ 2-3 സ്ഥലത്ത് ഈ റെസിപ്പി കണ്ടു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അത് കണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1.5 കപ്പ് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4 മെമ്പേഴ്സിന് നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടായിരിക്കും. പലപ്പോഴും ഡിഷസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര എണ്ണമാണ്, എത്ര ആൾക്കാർക്ക് ഉള്ളത് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതൊരു 3-4 ആൾക്കാർക്ക് ഇഷ്ടംപോലെ കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് പച്ചരി, സാധാരണ പച്ചരി കേട്ടോ, നമ്മൾ ചോറിനൊക്കെ എടുക്കുന്ന പച്ചരി, അല്ലെങ്കിൽ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന പച്ചരി ഇല്ലേ, അതന്നെ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് കുതിർത്തി വെച്ചതായിരുന്നു. ഇത് ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചു. എന്നിട്ട് അതിന് ശേഷം വെള്ളമൊക്കെ മാറ്റിയിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാനിത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വല്ലാതെ ലൂസ് ബാറ്ററായിട്ട് ഉണ്ടാക്കരുത്, നല്ല കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. പിന്നെ എപ്പോഴും നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക, എന്നാൽ അരി പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക, തരിയൊന്നും ഉണ്ടാവരുത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 3 കപ്പ്, 1.5 കപ്പ് അരിക്ക് 3 കപ്പ് പൊരി എടുക്കുക. പൊരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുർമുര എന്ന് പറയും, അതായത് പഫ്ഡ് റൈസ്. ഇപ്പോൾ മനസ്സിലായല്ലോ, മലയാളത്തിൽ പൊരി എന്ന് പറയും, പിന്നെ മുർമുര എന്ന് പറയും, അതുപോലെ തന്നെ പഫ്ഡ് റൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ ഒരു സംഭവമാണിത്. നമ്മൾ നാട്ടിൽ പൂരത്തിനൊക്കെ കിട്ടില്ലേ പൊരി, അതന്നെ സംഭവം. 6-ാം നമ്പറൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ പൊരി നമ്മൾ ഒക്കെ മുന്നേ വാങ്ങിയിരുന്നില്ലേ, ആ ഒരു പൊരി തന്നെയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം കളയുക. അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയി കിട്ടും. നമ്മൾ ദോശയ്ക്കൊക്കെ അവൽ ചേർത്ത് അരയ്ക്കുമ്പോൾ അവൽ കഴുകിയെടുക്കില്ലേ, അതുപോലെ തന്നെ. എന്നിട്ടിത് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ മിക്സർ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. ഇപ്പോൾ കുറച്ച് തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉപ്പൊക്കെ ചേർക്കാം. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ഉപ്പ് ചേർത്താൽ മതി. ഇനിയിപ്പോൾ വേറൊന്നും ചേർക്കാനില്ല, അരി അതുപോലെ തന്നെ പൊരിയും മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ പെട്ടെന്ന് പുളിക്കണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ, അപ്പോഴാണ് കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഇതിനി ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാനാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ വെക്കാം. ഇവിടെ ഇപ്പോൾ അത്ര ചൂടില്ലാത്ത കാരണം 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് അത്ര പുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം വയ്ക്കുക. അപ്പോൾ നമുക്ക് രാവിലെ ചുടുന്ന സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് രാത്രി കുറച്ച് നേരത്തെ അരച്ച് വെച്ചാൽ മതി. ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നല്ലൊരു ചട്നി ഉണ്ടാക്കാം. ഈ ചട്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന തക്കാളി ചട്നി തന്നെയാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു തക്കാളി ചട്നി കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ടാക്കിയിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ചട്നിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും ഇതിൻ്റെ കൂടെ കഴിക്കാം. ഈ ഒരു ചട്നി ഇതിൻ്റെ കൂടെ, ഇത് ഏതാണ്ട് ഒരു മോമോസിൻ്റെ ഒക്കെ ഒരു ചട്നിയുടെ ഒരു നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു ചട്നിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഞാനിപ്പോൾ ഒരു 7 വെളുത്തുള്ളി ചതച്ചിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലെങ്കിൽ 7 എന്നുള്ളത് 5-ഓ 6-ഓ ഒക്കെ ആക്കാം കേട്ടോ. നമുക്കിത് ഇഷ്ടമുള്ള കാരണം നമ്മൾ കുറച്ച് കൂടുതൽ ചേർത്തു എന്ന് മാത്രം. ഇതിലേക്ക് ഒരു 3 നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ കുറച്ച് വലിയ തക്കാളി തന്നെയാണ് കേട്ടോ, അത് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക. 5 മിനിറ്റ് കൊടുക്കില്ല കേട്ടോ ഈ ചട്നി അരയ്ക്കാൻ, അത്ര ഈസിയാണത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് എരിവുള്ള മുളകും ചേർത്തിട്ടുണ്ട്, നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ ഒരു കളറ് കിട്ടാനും വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളക് ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇത് വഴന്ന് വന്നതിൻ്റെ ശേഷം മുളക് പൊടി ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം.
ഇപ്പോൾ വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് തുറന്ന് വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറിയിട്ട് കുറച്ച് എണ്ണ അങ്ങനെ മീതെ തെളിഞ്ഞ് വരും. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിത് വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ അതാ മീതെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ ഇത്രയും ചേർത്തോളൂ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി അളവ് നിങ്ങൾക്ക് ഇത്ര വേണ്ട, വെളുത്തുള്ളിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് കുറച്ചിട്ട് ചേർത്താലും മതി. ഇത് നല്ല കട്ടിക്കുള്ള ഒരു ചട്നിയാണ്. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1-2 സ്പൂൺ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ ജാറൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ, ചട്നി റെഡിയായി. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പുളിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ നോക്കിയ സമയത്ത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് പുളിച്ച് വന്നു നോക്കാൻ നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ മീതെ നല്ല ഇങ്ങനെ ഹോൾസ് വരും. ഹോൾസ് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പുളിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി നേരം വെച്ചാൽ മതി കേട്ടോ, അപ്പോൾ അത് പുളിച്ച് വന്നോളും. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. ഇത് ചെറിയ ചെറിയ അപ്പം ദോശ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ അതിൽ ഹോൾസ് വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് അടച്ചു വയ്ക്കുക. ഒരു ലേശ നേരം മാത്രം അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ റെഡി ആയിരിക്കുന്നു. ഇനി ഇത് മറിച്ചിടില്ല കേട്ടോ. ഇപ്പോൾ നല്ല ഉണ്ടല്ലേ, സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയാണ്. ഇതിനി കാസറോളിൽ നിങ്ങൾ വെച്ച് നോക്കുക, കുറച്ചും കൂടി കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും. കാസറോളിൽ അടച്ചു വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കിയാൽ തന്നെ നല്ല പഞ്ഞി പോലെ ഇരിക്കും. കണ്ടില്ലേ? ഇനി അടുത്തതും ഇതുപോലെ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഞാൻ 1-2 ടിപ്പ് പറയാം, ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതായത് ഈ കല്ല് കൂടുതൽ ചൂടാവാനും പാടില്ല, പിന്നെ തീരെ ചൂടില്ലാതെ ആവാനും പാടില്ല. ഇത് രണ്ടായാലും ഈ ഹോൾസ് വരില്ല. അപ്പോൾ ഈ ഹോൾസ് വരുന്നിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഈ 2 റീസൺ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ മാവ് പുളിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഈ 3 കാരണങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പുളിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാക്കാവൂ, അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയപ്പം അല്ലെങ്കിൽ പൊരി ദോശ റെഡിയായി. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പം നമ്മൾ മനസ്സിലാവുമൊന്നുമില്ല ഇതിൽ ഉഴുന്ന് ചേർത്തിട്ടില്ല എന്ന്. പിന്നെ ആ ഉലുവ ചേർത്ത കാരണം തന്നെ നല്ലൊരു രുചിയുണ്ട് ഇതിന്. അപ്പോൾ ഉഴുന്ന് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.